പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കോട്. അപ്പോൾ ഇന്ന് ഷാരോൺ ഗ്രീഷ്മ സംഭവം നമുക്കറിയാം. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിനോട് യോജിച്ചും വിയോജിച്ചും നിരവധി, ഏതായാലും യോജിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ 90% കാണുന്നത്. യോജിപ്പ് വളരെ കുറവാണ്. അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്, ഭയങ്കര ആശങ്കയിലാക്കുന്നുണ്ട്. വിയോജിപ്പ് വളരെ കുറയുകയും ആ കോടതി വിധിയോട് യോജിക്കുന്നവരുടെ എണ്ണം ആണ് ഏറ്റവും കൂടുതൽ. പ്രിയപ്പെട്ടവരെ, കേരളത്തിലും ഇന്ത്യയിലും കാമുകന്മാരാൽ കൊല്ലപ്പെട്ട നൂറുകണക്കിന് കാമുകിമാരുടെ രക്തം പുരണ്ട ഒരു ചരിത്രമുണ്ട്. നിരവധി പെൺകുട്ടികൾ വധിക്കപ്പെട്ടിട്ടുണ്ട് കാമുകന്മാരാൽ. പ്രണയം നടിച്ച് വർഷങ്ങളോളം അവരെ ഉപയോഗിച്ച് അവസാനം അവരെ ഒഴിവാക്കാൻ വേണ്ടി, തൻ്റെ കാമുകി അല്ലെങ്കിൽ പ്രണയിനിയെ ഒഴിവാക്കാൻ വേണ്ടി ഇല്ലാതാക്കുക, കൊന്നുകളയുക. നിരവധി സംഭവങ്ങൾ കേരളത്തിലുണ്ട്, ഇന്ത്യയിലുടനീളമുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലായാലും എവിടെയാണെങ്കിലും ഓക്കെ, കേരളത്തിൽ ധാരാളം സംഭവങ്ങൾ കേരളത്തിലുണ്ട്. അങ്ങനെ കാമുകിയെ കൊന്ന ഒരു കാമുകനും ഇന്ന് വരെ ഇന്ത്യയിൽ ഒരു കോടതിയും വധശിക്ഷ വിധിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഓക്കെ, അങ്ങനെ ഒരു പെണ്ണിനെ, തൻ്റെ കാമുകിയെ അല്ലെങ്കിൽ പ്രണയിനിയെ കൊന്ന് ഇല്ലാതാക്കുന്ന സംഗതി അപൂർവമായിട്ട് കോടതികൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഗ്രീഷ്മയും ഷാരോണും തമ്മിൽ പ്രണയത്തിലാണ്. ഗ്രീഷ്മയ്ക്ക് ഷാരോണിനേക്കാൾ അനുയോജ്യൻ എന്ന് തോന്നുന്ന, അത് ഏതർത്ഥത്തിലാണെങ്കിലും, എൻ്റെ ക്രൈറ്റീരിയ ഗ്രീഷ്മയുടെ എന്താണെന്ന് നമുക്കറിയില്ല. ഒരു വിവാലോചന വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രീഷ്മ ഷാരോണിനോടത് പറഞ്ഞിട്ടുണ്ടാവും, ഒഴിവാകണമെന്ന്. നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൊക്കെ അറിയുന്നതാണ് കേട്ടോ, നമ്മൾ ആരും നേരിട്ട് വരെ കണ്ടിട്ടില്ലല്ലോ. ഷാരോൺ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. അവിടെ തന്നെ ഒരു പ്രശ്നം വരുന്നത്, യഥാർത്ഥ പ്രണയത്തിൽ പ്രിയസഖി പോയി വരൂ നിനക്ക് നന്മകൾ നേരുന്നു ഞാൻ എന്ന് പറഞ്ഞ ആ പാട്ടുണ്ടല്ലോ, അതാണ് പ്രണയം. തൻ്റെ പ്രണയിനി, ഇനി ഇങ്ങോട്ടാണെങ്കിലും തൻ്റെ കാമുകൻ തന്നേക്കാൾ നല്ലൊരു ജീവിതം, സന്തോഷകരമായ ആഹ്ലാദകരമായ മറ്റൊരു ജീവിതം അവൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ പ്രണയം. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു കാമുകൻ അത് അംഗീകരിക്കുകയാണ് ചെയ്യുക. മാത്രമല്ല, അവൾ അതിഷ്ടപ്പെടുന്നുവെങ്കിൽ, അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം പിന്നെ തുടരുന്നത് പ്രണയം എങ്ങനെ പ്രണയമാവും? അത് പ്രണയാർദ്രമായൊരു ബന്ധമാവില്ലല്ലോ, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. അപ്പോൾ ഇവിടെ ഗ്രീഷ്മ തൻ്റെ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഷാരോൺ അത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ഗ്രീഷ്മയുടെ മുന്നിൽ ഗ്രീഷ്മ കണ്ടെത്തിയ മാർഗം ഏറ്റവും മോശമാണത്, സംശയമൊന്നുമില്ല, നോ ഡൗട്ട്. അവനെ ഇല്ലാതാക്കി, ഒരു ചതിയിലൂടെ അവനെ കൊന്നു. തെറ്റ് തന്നെയാണ്. പക്ഷേ ഇതേ തെറ്റ് 1000 തെറ്റുകൾ, സമാനമായ കൊലപാതകങ്ങൾ, എത്രയെത്ര പെൺകുട്ടികളെ കൊന്നു കാമുകന്മാർ, അവർക്കാർക്കും വധശിക്ഷ കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് മാത്രം എങ്ങനെയാണ് റയറസ്റ്റ് ഓഫ് ദി റയർ, അപൂർവങ്ങളിൽ അപൂർവമായ കൊലപാതകമാവുന്നത് എന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എൻ്റെ ബുദ്ധിക്ക്. ഏതായാലും പ്രിയപ്പെട്ടവരെ, ഈ കോടതി വിധിയിൽ എനിക്ക് ദുഃഖവുമില്ല സന്തോഷവുമില്ല. പക്ഷേ മൊത്തം സംഭവത്തിൽ എനിക്ക് വളരെ ദുഃഖമാണ്. കാരണം ഒരു ഷാരോൺ വധിക്കപ്പെട്ടു, ഇവിടെ ഈ പെൺകുട്ടിയും മരിക്കാൻ പോവുകയാണ്. വധശിക്ഷ മേൽക്കോടതിയും ശരിവെച്ചാൽ ഷീ വിൽ ബി ഹാങ്ഡ് ടു ഡെത്ത്. ഏതായാലും ഒന്ന് പറയട്ടെ, ഇതൊന്നും അല്ല കേട്ടോ പ്രണയം. പ്രണയത്തിൽ 1% പോലും സ്വാർത്ഥത ഇല്ല. തൻ്റെ കാമുകൻ അല്ലെങ്കിൽ തൻ്റെ പ്രണയിനി, അവരുടെ സന്തോഷം ആണ് ഇരു കൂട്ടരും ആഗ്രഹിക്കേണ്ടത് അത് തന്നെയാണ്. തൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കാൾ മറ്റൊരു ജീവിതം അവൾക്ക് ലഭിക്കുകയാണെങ്കിൽ
ഉള്ളിലെ ദുഃഖം മറച്ചു വെച്ചുകൊണ്ട് അവിടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് യാത്ര പറയുകയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ പ്രണയം. അതുകൊണ്ട് ഞാൻ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരോടും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ചെറുപ്പക്കാരോടും പറയണം, പ്രണയം സെൽഫിഷ്നെസ് അല്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ നീ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന് പറയുന്ന ആ പ്രണയം ഉണ്ടല്ലോ, അത് പ്രണയമല്ല, അത് ഭ്രാന്താണ്. അതിനെ വേണമെങ്കിൽ നമുക്ക് കാമഭ്രാന്ത് എന്ന് പറയാം. ഇറ്റ് ഈസ് നോട്ട്, അത് പ്രണയമല്ല. എനിക്കില്ലെങ്കിൽ നീ വേണ്ട, നീ പിന്നെ ജീവിക്കണ്ട എന്ന് പറയുന്നത് എന്ത് പ്രണയം? അതിൽ പ്രണയത്തിൻ്റെ ഒരു അംശം പോലുമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം പ്രണയം എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, പ്രണയത്തിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടൊരു സംഗതി അത് കമ്പാഷനാണ്. കമ്പാഷൻ, ഔട്ട് ഓഫ് കമ്പാഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഔട്ട് ഓഫ് കമ്പാഷൻ, ഔട്ട് ഓഫ് ലവ്. അപ്പോൾ അത് സെൽഫിഷ്നെസ്, അവിടെ സെൽഫിഷ്നെസ്സിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് പ്രണയം, വിശുദ്ധ പ്രണയങ്ങൾ നീണാൾ വാഴട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരാളോട് പ്രണയം തോന്നുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ച് അയാൾ നിങ്ങളെക്കാൾ മറ്റൊരാളെ മൊത്തമുള്ള ജീവിതമാണ് അയാൾക്ക് സുഖമെന്ന് തോന്നുന്നുവെങ്കിൽ അവരത് തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ അവർ പ്രണയിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി അതിനവർക്ക് അനുവാദം നൽകുകയാണ് വേണ്ടത്. അതാണ് പ്രണയം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അക്ബർ സ്നേഹം.